അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന കൊതുകിന്റെ പ്രത്യേകതകൾ. കൊതുകൊരു ചെറിയ ജീവിയാണല്ലേ, എന്നിട്ടും എന്തുകൊണ്ടാണ് അള്ളാഹു ഖുർആനിൽ ഇതിനെ ഉദാഹരണമായി പറഞ്ഞത്? എന്താണ് കൊതുകിനെ ഇത്ര പ്രത്യേകമാക്കുന്നത്? എന്തുകൊണ്ട് ചിലരെ മാത്രം കൊതുക് കടിക്കുന്നു? ഈ ചോദ്യങ്ങൾക്കെല്ലാം ആധുനിക ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ ഉത്തരം നൽകാം. ഖുർആനിലെ കൊതുകിന്റെ പരാമർശം. ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ 26-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, തീർച്ചയായും അള്ളാഹു ഒരു കൊതുകിൻ്റെയോ അതിനേക്കാൾ ചെറിയൊരു ജീവിയുടെയോ ഉദാഹരണം പറയാൻ മടിക്കില്ല. ഒരു കാലത്ത് ഖുറൈശികൾ ഖുർആനിൽ ആന, ഉറുമ്പ്, തേനീച്ച, കൊതുക് തുടങ്ങിയ ജീവികളെ പരാമർശിച്ചതിനെ പരിഹസിച്ചു. നിന്റെ അള്ളാഹു ഇത്ര വലിയ ദൈവമാണെങ്കിൽ എന്തിനാണ് ഇത്തരം ചെറിയ ചെറിയ ജീവികളെ ഉദാഹരിക്കുന്നത് എന്ന് അവർ ചോദിച്ചു. ഈ വചനം അവർക്കുള്ള മറുപടി കൂടിയാണ്. ഈ വചനം പറയുന്നു, ഏറ്റവും ചെറിയ ജീവി പോലും അള്ളാഹുവിന്റെ ശക്തിയുടെയും അറിവിന്റെയും തെളിവാണ്. വിശ്വസിക്കുന്നവർക്ക് ഇത് സത്യമാണെന്ന് മനസ്സിലാകും. എന്നാൽ അവിശ്വാസികൾ ഇതിനെ ചോദ്യം ചെയ്യും. കൊതുകിനെ ഉദാഹരണമായി എടുത്തത് ആദ്യം വിചിത്രമായി തോന്നാം, പക്ഷേ ഖുർആൻ എപ്പോഴും ഉപമകളിലൂടെയാണ് സന്ദേശങ്ങൾ നൽകുന്നത്. കൊതുകിന്റെ ഉദാഹരണം പറയുന്നത് ഏറ്റവും ചെറിയ ജീവി പോലും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണെന്ന് ഓർമ്മിപ്പിക്കാൻ തന്നെയാണ്. കൊതുകിന്റെ അത്ഭുതങ്ങൾ. ഖുർആനിൽ പറഞ്ഞ കൊതുകിന്റെ പ്രത്യേകതകൾ ആധുനിക ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. വരൂ, ചില അത്ഭുതകരമായ വസ്തുതകൾ നമുക്ക് നോക്കാം. പെൺകൊതുകുകൾ മാത്രം രക്തം കുടിക്കുന്നു. ഖുർആനിൽ രക്തം കുടിക്കുന്ന കൊതുകിനെ ബാഊദ എന്ന് വിളിക്കുന്നു. ഇത് പെൺകൊതുകിനെ സൂചിപ്പിക്കുന്നു. 7-ാം നൂറ്റാണ്ടിൽ ഈ വചനം അവതരിപ്പിച്ചപ്പോൾ ഇത് ആർക്കും അറിയില്ലായിരുന്നു. എന്നാൽ ആധുനിക ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ കണ്ടെത്തി പെൺകൊതുകുകൾക്ക് മാത്രമാണ് രക്തം കുടിക്കാൻ കഴിയുന്നത് എന്ന്. കാരണം അവയ്ക്ക് മുട്ട ഉണ്ടാക്കാൻ രക്തത്തിലെ പോഷകങ്ങൾ വേണം. ഇതിനായി അവയ്ക്ക് ചർമ്മം കുത്തിപ്പൊളിക്കാൻ കഴിവുള്ള ഒരു ശക്തമായ പ്രൊബോസിസ് എന്ന ഭാഗമുണ്ട്. ആൺകൊതുകുകൾക്ക് ഇത്തരം ശക്തമായ പ്രോബോസിസ് ഇല്ല. അവ പഴച്ചാറോ പൂന്തേനോ മാത്രമാണ് കഴിക്കുന്നത്. കൊതുകിന്റെ പരാദങ്ങൾ. ഖുർആൻ പറയുന്നു, കൊതുകിനേക്കാൾ ചെറിയ ജീവിയെ പോലും അള്ളാഹു ഉദാഹരിക്കും. ഈ വചനം കൊതുകിന്റെ ശരീരത്തിൽ വേറെ ചെറിയ പരാദങ്ങൾ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു. 1922 ഡോക്ടർ ഫെഡറിക് വാലസ് എഡ്വേർഡ്സ് എന്ന ശാസ്ത്രജ്ഞൻ ആധുനിക മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ഇത് കണ്ടെത്തി. കൂഡിസ് എന്നും നോലിസ് എന്നും പേര് വിളിക്കുന്ന ചെറിയ പറക്കും ജീവികൾ കൊതുകിന്റെ രക്തം കുടിക്കുന്നു എന്ന്. ഒരു കൊതുകിന്റെ പുറത്തിരുന്ന് മറ്റൊരു ചെറിയ ജീവി അതിന്റെ രക്തം കുടിക്കുന്നു. ഇതാണ് അള്ളാഹു പറഞ്ഞ അത്ഭുതം. കൊതുകിന്റെ കണ്ണിന്റെ രഹസ്യം. കൊതുകിന്റെ കണ്ണുകൾ ഒരു അത്ഭുതമാണ്. ഓരോ കൊതുകിനും 2 കണ്ണുകളുണ്ട്. പക്ഷേ ഈ കണ്ണുകൾ 100 കണക്കിന് ചെറിയ ലെൻസുകളാൽ നിർമ്മിതമാണ്. ഓരോ ലെൻസും തലച്ചോറിലേക്ക് ഒരു ചിത്രം അയക്കുന്നു. ഇത് കൊതുകിന് 149 ഡിഗ്രി വരെ കാണാൻ സഹായിക്കുന്നു. പ്രകാശം, ചലനം, നിറം, ആകൃതി, കാർബൺ ഡയോക്സൈഡ് എന്നിവയൊക്കെ കണ്ടെത്താനും ഇത് അവരെ സഹായിക്കുന്നു. ഇരുട്ടിൽ പോലും കൊതുക് മനുഷ്യരുടെ ശ്വാസത്തിൽ നിന്നുള്ള കാർബൺ ഡയോക്സൈഡ്, ശരീരത്തിന്റെ ഗന്ധം, ചൂട് എന്നിവ കണ്ടെത്തി ഇരയെ കണ്ടുപിടിക്കുന്നു. എന്തുകൊണ്ട് ചിലരെ മാത്രം കൊതുക് കടിക്കുന്നു എന്ന് ചോദിച്ചാൽ, കൊതുകുകൾ എല്ലാവരെയും കടിക്കാത്തതിന്റെ രഹസ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ശാസ്ത്രജ്ഞർ പറയുന്നത് കൊതുകുകൾ മനുഷ്യരുടെ ശരീരഗന്ധം, ചൂട്, ഈർപ്പം, ശ്വാസത്തിൽ നിന്നുള്ള കാർബൺ ഡയോക്സൈഡ്, ചർമ്മത്തിലെ ബാക്ടീരിയ എന്നിവയെ ആശ്രയിച്ചാണ് ഇരയെ തിരഞ്ഞെടുക്കുന്നത് എന്നാണ്. ഓരോ മനുഷ്യന്റെയും ചർമ്മത്തിൽ വ്യത്യസ്ത തരം ബാക്ടീരിയ ഉണ്ട്. ഇവ ഉണ്ടാക്കുന്ന ഗന്ധം ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ ന്യൂറോ സയന്റിസ്റ്റ് മെഗ് യങ്ങർ പറയുന്നു, ഈ ഗന്ധത്തിന്റെ വ്യത്യാസമാണ് കൊതുകിനെ ചിലരിലേക്ക് ആകർഷിക്കുന്നത് എന്ന്. ലോകത്ത് ഏകദേശം 3500 ഇനം കൊതുകുകൾ ഉണ്ട്. ഓരോ ഇനത്തിനും വ്യത്യസ്തമായ ശീലങ്ങളും സ്വഭാവങ്ങളുമുണ്ട്. ശാസ്ത്രം ഇതിനെക്കുറിച്ച് ഒരുപാട് കണ്ടെത്തിയെങ്കിലും ഇനിയും ഒരുപാട് രഹസ്യങ്ങൾ ബാക്കിയാണ്. കൊതുകിന്റെ അപകടങ്ങൾ. കൊതുക് ചെറുതാണെങ്കിലും അത് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒന്നുകൂടിയാണ്. മലേറിയ, ഡെങ്കി, മഞ്ഞപ്പനി, സിക്ക വൈറസ് തുടങ്ങിയ രോഗങ്ങൾ പരത്തി ഒരു വർഷം 7 ലക്ഷം മുതൽ 10 ലക്ഷം വരെ മനുഷ്യർ മരിക്കുന്നുണ്ട്. ലോക ജനസംഖ്യയുടെ പകുതിയോളം കൊതുക് പരത്തുന്ന രോഗങ്ങളുടെ ഭീഷണിയിലാണ്. ഖുർആനിൽ ഒരു കഥയുണ്ട്, നിമ്രോദ് എന്ന രാജാവിന്റെ കഥ. ബാബിലോണിലെ ഈ രാജാവ് താനാണ് ദൈവമെന്ന് അവകാശപ്പെട്ടു. അവനെ ശിക്ഷിക്കാൻ അള്ളാഹു ഒരു കൊതുകിനെ അയച്ചു. ഈ കൊതുക് നെമ്രൂദിന്റെ മൂക്കിലൂടെ തലച്ചോറിൽ കയറി അവന്റെ തലച്ചോറിനെ കടിച്ചു. വേദന കാരണം നെമ്രൂദ് തന്റെ പടയാളികളോട് തലയിൽ അടിക്കാൻ പറഞ്ഞു. പക്ഷെ വേദന കൂടിയതേ ഉള്ളൂ. ഒടുവിൽ പടയാളികൾ തലയിൽ അടിച്ചുകൊണ്ടാണ് അവന്റെ മരണത്തിനത് കാരണമായത്. ഈ കഥ കൊതുകെന്ന ചെറിയൊരു ജീവിയുടെ ശക്തിയും അള്ളാഹുവിന്റെ അനന്തമായ കഴിവും ഓർമ്മിപ്പിക്കുന്നതാണ്. അള്ളാഹുവിന്റെ അത്ഭുതങ്ങൾ.
കൊതുക് പോലുള്ള ഒരു ചെറിയ ജീവിയിലൂടെ അള്ളാഹു തൻ്റെ അനന്തമായ ശക്തിയും അറിവും കാണിക്കുന്നു. ആകാശത്തിൻ്റെ വിശാലതയിലോ ഭൂമിയിലെ ചെറിയ ജീവികളിലോ എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിയുടെ അത്ഭുതങ്ങളാണ്. ഈ ചെറിയ ജീവി പോലും അള്ളാഹുവിൻ്റെ ശക്തിയുടെ ഏറ്റവും വലിയ തെളിവാണ്. പ്രാർത്ഥന. നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു ദുആ ഉണ്ട്. രോഗങ്ങളിൽ നിന്നും എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷണത്തിനായി അള്ളാഹുവിൻ്റെ പൂർണ്ണമായ വചനങ്ങളാൽ അവൻ സൃഷ്ടിച്ചതിൻ്റെ തിന്മയിൽ നിന്ന് ഞാൻ ശരണം തേടുന്നു. ഈ ദുആ നമ്മെ എല്ലാ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കട്ടെ. നമ്മുടെ പ്രിയ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവരുടെ കുടുംബം, സ്വഹാബികൾ എന്നിവർക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹവും സമാധാനവും ലഭിക്കട്ടെ. നമ്മയെല്ലാം അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ റബ്ബ് നിർത്തിത്തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.